എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലങ്ങളും ഗുണദോഷ വിശേഷങ്ങളുമാണ് പറയുന്നത്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധി സാമർഥ്യവും കഴിവും ഉള്ളവരായിട്ടാണ് കാണുന്നത്. അധികം തടിക്കാത്ത ശരീരപ്രകൃതിയും അധികം ഉയരമില്ലായ്മയും ഉണ്ടാകാം. സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഉണ്ടാകും. ധാരാളം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. ഉയർന്ന നിലയിലുള്ളവരുമായി അടുപ്പത്തിൽ കഴിയും. ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയും ഉണ്ടാവും. എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്ന മനോഭാവം ഉള്ളവരായിരിക്കും. അതുമൂലം മനസമാധാനവും ശാന്തിയും സമചിത്തതയും കൈവരിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും. ആർക്കും ഉപദ്രവം ചെയ്യരുതെന്നും കഴിവതും അന്യർക്ക് ഉപകാരം ചെയ്യണമെന്നും ആഗ്രഹിക്കും. ശാസ്ത്ര വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ഇവർ കാണിക്കും. ഗവേഷണ മനോഭാവം ഉണ്ടാകും. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിനും ശ്രമിക്കും. അധ്യാപകൻ, ഉപദേഷ്ടാവ് എന്നീ നിലകളിൽ ഇവർ നല്ല രീതിയിൽ ശോഭിക്കും. സംഭാഷണത്തിൽ മിതത്വം പാലിക്കും. ആദർശനിഷ്ഠയുണ്ടാകും. സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും അന്യർക്ക് ഉപദേശം കൊടുക്കുക. തന്ത്രശാലികളായവരിൽ നിന്ന് അകന്നു കഴിയുവാനായിട്ട് ഇവർ ശ്രമിക്കും. ചീത്ത വഴികളിൽ നടക്കുന്നവരെ വെറുക്കും. മത്സരങ്ങളും ശത്രുതയും നേരിടേണ്ടി വരും. ശുദ്ധഹൃദയരും ചെറിയ കാര്യം കൊണ്ട് ക്ഷോഭിക്കുന്നവരുമായിരിക്കും. ഇവർക്ക് സ്വാർത്ഥ ചിന്ത കുറവായിരിക്കും. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും. പക്ഷേ ഉദ്ദേശിക്കുന്നത്ര വിജയം ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായെന്ന് വരികയില്ല. സ്വന്തം അഭിപ്രായങ്ങളിൽ നിന്ന് ചെറിയ മാറ്റത്തിന് പോലും ഇവർ തയ്യാറാവുകയില്ല. മാതൃകാപരമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. ഇത് ഉണ്ടാകാവുന്ന പല നേട്ടങ്ങളും കൈവിട്ടു പോകുവാനായിട്ട് കാരണമാകാറുണ്ട്. പക്ഷേ പരാജയം കൊണ്ട് മനസ്സു മാറുകയോ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയോ ചെയ്യുകയില്ല. മകം നക്ഷത്രക്കാർ അസാധാരണമായ ഇച്ഛാശക്തിയും പതറാത്ത മനസ്സും ഉള്ളവരാണ്. കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. എതിർക്കുന്നവരോട് നിർദാക്ഷിണ്യമായി പെരുമാറും. പക്ഷേ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഇവർ തയ്യാറാകും. ഇവരുടെ വിവാഹത്തിന് കാലതാമസം വന്നേക്കാം. വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. എന്നിരുന്നാലും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതമായിരിക്കും ഉണ്ടാവുക. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർതൃപരിചരണത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കും. സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധിസാമർഥ്യവും അവരുടെ പ്രത്യേകതകളായിരിക്കും. സന്താനങ്ങൾ, ബന്ധുക്കൾ തുടങ്ങിയവരുടെ സഹകരണവും ഇവർക്ക് ലഭിക്കും. മകം നക്ഷത്രക്കാർക്ക് ബാല്യകാലത്ത് രോഗപീഠകളും അപകടങ്ങളും ഉണ്ടാവാം. 4 വയസ്സിന് ശേഷം പൊതുവെ ആരോഗ്യം മെച്ചമാകും. ഏകദേശം 24 വയസ്സുവരെ സുഖജീവിതം നയിക്കും. അതിനുശേഷമുള്ള കാലം സുഖദോഷ സമ്മിശ്രമായിരിക്കും. 30 വയസ്സുവരെയുള്ള കാലത്ത് യാത്രാക്ലേശം, അധ്വാനക്കൂടുതൽ തുടങ്ങിയവ ഉണ്ടാകും. 30 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ള കാലത്ത് സന്താന ഗുണം, ബന്ധുഗുണം, കുടുംബസുഖം തുടങ്ങിയവ അനുഭവപ്പെടും. 40 വയസ്സ് മുതൽ 65 വയസ്സുവരെയുള്ള കാലത്ത് പലവിധ മാറ്റങ്ങളും ജീവിതഗതിയിൽ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അതോടൊപ്പം അഭിവൃദ്ധിയും ഉണ്ടാകും. 65 വയസ്സിന് ശേഷമുള്ള കാലം പൊതുവെ ശാന്തവും സന്തോഷപൂർണവും ആയിരിക്കുമെങ്കിലും ഈ കാലത്ത് ഒന്നിലധികം സ്ഥലത്ത് മാറി മാറി താമസിക്കാനായിട്ട് ഇടവരും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർ വിജ്ഞാനതൃഷ്ണ, ആത്മാഭിമാനം, കർമ്മകുശലത, ക്ഷിപ്രകോപം, ധാർമ്മിക ബോധം എന്നിവയുള്ളവരും ആയിരിക്കും. ഇവർക്ക് സൗന്ദര്യവും സമ്പത്തും ഉണ്ടാകും. മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്ത ഇവർ ഒന്നും മറച്ചു വെക്കാതെ തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരുമായിരിക്കും. ആഡംബരം, സുഖസൗകര്യങ്ങൾ എന്നിവയിൽ ഇവർ താല്പര്യം കാണിക്കും. രഹസ്യ പ്രവർത്തനങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കും. അധികാരികളുടെ പ്രീതി ലഭിക്കാറുള്ള ഇവർ പൊതുജനങ്ങളുമായും നല്ല ബന്ധം സ്ഥാപിക്കും. സ്ത്രീകൾക്ക് ഈ നക്ഷത്രം ഉത്തമമായി കരുതപ്പെടുന്നു. ഭർതൃഭാഗ്യം, സന്താനഭാഗ്യം എന്നിവ ഇവർക്ക് കൈവരുമെങ്കിലും മനക്ലേശങ്ങൾ പലപ്പോഴും ഇവരെ വിട്ടുമാറില്ല. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രം, ചിത്തിര, വിശാഖം, രേവതി എന്നിവയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ പാർട്ട്ണർഷിപ്പോ
വിവാഹ ബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ആദിത്യൻ, ചൊവ്വ, വ്യാഴം ഈ 3 ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭം ആയിരിക്കും. അപ്പൊ ഈ ദശാകാലത്ത് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അശ്വതി, മകം, മൂലം എന്നീ നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. നക്ഷത്രാധിപനായ കേതുവിന്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക, ഗണപതിയെ ഭജിക്കുക, പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുക എന്നിവയൊക്കെ ഉത്തമമാണ്. രാശ്യാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. മകവും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം പ്രത്യേകമായി സൂര്യപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇവർ ചുവന്ന വസ്ത്രങ്ങൾ അണിയുന്നതാണ് ഉത്തമം. ഇത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷ ആചാര്യന്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.